Sundaris, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും Asvi Malayalamലേക്ക് സ്വാഗതം. നമ്മൾ again 5 products review series ലെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ നമ്മൾ 5 സ്കിൻ കെയർ products ആണ് ട്ടോ റിവ്യൂ ചെയ്യുന്നത്. ഈ 5 products ഞാൻ കുറച്ചധികം നാളായിട്ട് യൂസ് ചെയ്യണതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പറയാം ട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഫേഷ്യൽ കിറ്റ് ട്രൈ ചെയ്തു ട്ടോ. കുറേ നാൾ മുമ്പാണല്ലോ ഒരു ഫേഷ്യൽ കിറ്റിന്റെ റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് ട്ടോ. 200 rupees ഉള്ളൂ ആമസോണിൽ. 250-300 റേഞ്ചിലാണ് ശരിക്കും ഇതിൻ്റെ പ്രൈസ് ഉണ്ടാവുക. പക്ഷേ സെയിലിൻ്റെ സമയത്ത് നമുക്ക് 200 rupeesന് കിട്ടും. അപ്പോൾ ഇതിൽ 6 ട്യൂബ്സ് ആണ് കേട്ടോ ഉള്ളത്. ക്ലെൻസർ ആൻഡ് ടോണർ എന്ന് പറഞ്ഞിട്ടൊരു ട്യൂബ് ഉണ്ട്, പിന്നെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് സ്ക്രബ് ഉണ്ട്, പിന്നെ ജെല്ലുണ്ട്, 4ാമത്തത് ക്രീം ഉണ്ട്, പിന്നെ 5ാമത്തെ പാക്ക് ഉണ്ട്, 6ാമത്തെ ഫൈനലായിട്ട് മോയ്സ്ചറൈസർ ഉണ്ട്. അപ്പം ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത് ഇത് ആകെ ഒരു തവണ യൂസ് ചെയ്യാനുള്ളതേ ഉണ്ടാവുള്ളൂ എന്നാണ്. നമ്മൾ അത്ര ലാവിഷ് അല്ലാത്ത രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് 2 തവണ യൂസ് ചെയ്യാനുള്ളത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു തവണ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഗ്ലോ തരുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്നൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗ്ലോ ഉണ്ടല്ലോ, അത് നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ആ ഫേഷ്യൽ ആണ് ട്രൈ ചെയ്തിട്ടുള്ളത്, അതിന് ശേഷമുള്ള റിസൾട്ടാണ്. അപ്പോൾ ചെറിയൊരു ഗ്ലോ ഉണ്ട്, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്, മോയ്സ്ചറൈസിങ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ടാൻ റിമൂവ് ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഈവൻ ദോ ഇത് ഓറഞ്ച് ടാൻ പാക്ക് ആണെങ്കിൽ പോലും അത് കംപ്ലീറ്റ്ലി നമ്മുടെ ടാൻ റിമൂവ് ചെയ്യുക. അതിപ്പോൾ നമുക്കറിയാമല്ലോ, ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഒറ്റ തവണ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ടാൻ ഒന്നും റിമൂവ് ആവില്ല. പക്ഷേ എന്നാലും ഒരു കുഞ്ഞൊരു ഗ്ലോ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, നമുക്ക് പാർലറിലൊന്നും പോയി ഈ പറഞ്ഞ പോലെ ഫേഷ്യലൊന്നും ചെയ്യാൻ താല്പര്യമില്ല, അതേപോലെ തന്നെ DIY ആയിട്ട് നമ്മൾ പപ്പായൊക്കെ യൂസ് ചെയ്ത് ചെയ്യാൻ നമുക്ക് മടിയാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ്. തെറ്റൊന്നും പറയാനില്ല കേട്ടോ. എനിക്ക് യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ലതായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഞാൻ കുറേ റിവ്യൂസ് വായിച്ചു. അപ്പോൾ ഒരുവിധം എല്ലാവരും നല്ല റിവ്യൂസാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്കും അങ്ങനെ അലർജി ഉള്ളതായിട്ടൊന്നും അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എന്നാലും നമ്മുടെ സ്കിന്നിൽ നമ്മൾ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എസ്പെഷ്യലി സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമുക്കൊരു ക്ലെൻസർ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ക്ലെൻസറാണ്, ഒരുപാട് പതയൊന്നുമില്ല. സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കും പറ്റുന്ന ഒരു ക്ലെൻസർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കേട്ടോ. സ്ക്രബ് കുറച്ച് ഹാർഷ് ആയിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നിയത്. ആ പിരിപിരിപ്പുണ്ടല്ലോ അത് കുറച്ച് അധികമാണ്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഒരു ജെല്ലാണ്, കുക്കുംബർ ജെല്ലാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാവും കേട്ടോ ജെല്ല് നമുക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ഒരു മസാജിങ് ക്രീം വേറെ ഉണ്ട്, പീച്ച് മസാജിങ് ക്രീമാണ് പറയണത്. അത് നല്ലതാണ് കേട്ടോ, നല്ല ഒരു കൂളിംഗ് എഫക്റ്റ് തരുന്നുണ്ട്. പിന്നീട് നമുക്കൊരു പാക്ക് ഉണ്ട്, ഒരു ആൻറ്റി ടാൻ പാക്കാണ്. ഒരു ടിക്ലിങ് സെൻസേഷൻ ഉണ്ട് കേട്ടോ, അതായത് ഒരു ഇക്കിളിപ്പെടുത്തുന്ന പോലെ ഇത്തിരി ഒരു നീരലും എല്ലാം കൂടിയിട്ടൊരു മിക്സ് ആയിട്ടുള്ളൊരു ഫീലിംഗ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു 10 to 15 minutes ആണ് കേട്ടോ വെച്ചത്. ഡ്രൈ ആവുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ലാസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ജെല്ലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതും നല്ലതാണ്, നല്ല രസമായിട്ട് നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടാവും. പിന്നെ ലാസ്റ്റ് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു മോയ്സ്ചറൈസർ വേണമെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യാം. ഇൻ കേസ് നമുക്ക് ഡ്രൈ സ്കിന്നാണ്, ഒന്നും കൂടി നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആവണമെങ്കിൽ നമുക്കൊരു മോയ്സ്ചറൈസർ ഇടാം. അതിന് ശേഷം സൺസ്ക്രീനും ഇടുക കേട്ടോ. നിർബന്ധമായിട്ടും സൺസ്ക്രീൻ ഇടുക. രാവിലെയാണ് അല്ലെങ്കിൽ ഉച്ചയ്ക്കാണ് പകലൊക്കെയാണ് നമ്മൾ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് സൺസ്ക്രീൻ ഇടുക. രാത്രി സമയത്താണെങ്കിൽ ഒബ്വിയസ്ലി നമുക്കറിയാലോ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ രീതിക്ക് ഇത് വളരെ നല്ലതാണ്. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഫേഷ്യൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണം, ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ചെറിയൊരു ഗ്ലോ അത്രയും നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഭീകരമായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ളത് വേണമെങ്കിൽ നമുക്ക് ഈ VLCCയുടെ ഈ പപ്പായ ഫ്രൂട്ട് ഫേഷ്യൽ കിറ്റ് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ബ്ലീച്ചും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആ രീതിക്ക് വളരെ നല്ലതാണ്. ഞാൻ ഫേഷ്യൽ കിറ്റ് നോക്കിയപ്പോൾ അതാണ് നോക്കിയത്. ബ്ലീച്ച് നമ്മുടെ സ്കിന്നിന് നല്ലതല്ലല്ലോ. അപ്പോൾ ആ രീതിക്ക് നല്ലതാണ്, വളരെ അഫോർഡബിൾ ആണ്. 200 rupeesനൊക്കെ ഒരു ഫേഷ്യൽ കിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ, ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. ഷീറ്റ് മാസ്ക് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നവരാവണം എന്നില്ല. കാരണം ഇത് 100 to 150, 200 രൂപ വരെയുള്ളതൊക്കെയാണ് ഒരു റേഞ്ചിലുള്ളത്. അതിലും കൂടുതലുള്ളത് ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും കൂടുതലും ഈ ഒരു റേറ്റിലാണുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 20 minutes കഴിഞ്ഞാൽ അങ്ങോട്ട് എടുത്ത് മാറ്റാണ്. അപ്പോൾ 1 time യൂസ് ആണ് കേട്ടോ. 1 time യൂസിന് നമുക്ക് 100 മുതൽ 150 രൂപ വരെ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഫീസിബിൾ അല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്താൽ ഒരു ചെറിയൊരു ഗ്ലോ ഉണ്ടാവും. എന്ന് വെച്ചാൽ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടാവും സ്കിൻ. അതാണ് നമുക്ക് ഷീറ്റ് മാസ്കിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്. അതിൽ കൂടുതലൊന്നും തന്നെ കിട്ടുന്നതായിരിക്കില്ല, കാരണം നമ്മൾ ജസ്റ്റ് 20 minutes ഇടുക അത്ര തന്നെയുള്ളൂ. പക്ഷേ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ട്, നമ്മൾ ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനെക്കാട്ടിലും മുന്നേ ഒരു ഷീറ്റ് മാസ്ക് ഇടുകയാണെങ്കിൽ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ഈ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു ഡിഫറൻസ് തോന്നാറുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ എനിക്ക് ഇത്തിരി ഡ്രൈ ആയി പോണ പോലെ തോന്നാറുണ്ട് മേക്കപ്പ്. ഇതിപ്പോൾ ഷീറ്റ് മാസ്ക് ഇട്ടിട്ട് അതിൻ്റെ മീതെ എല്ലാ സ്കിൻ കെയറും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് മേക്കപ്പ് ഇടുമ്പോൾ
അത് കുറേ കൂടി നന്നായി നിൽക്കുന്നതായിട്ട്, നല്ല ഗ്ലോയിങ് ആയിട്ട്, ഒട്ടും തന്നെ ഡ്രൈ ആവാണ്ടൊക്കെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഡെർമാക്കോൻ്റെ ഷീറ്റ് മാസ്ക് ആണ്. ഇത് സാൽസിലിക് ആസിഡ് ഉള്ള ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. 1% സാൽസിലിക് ആസിഡ് ആണ് ഉള്ളത്. ആക്റ്റീവ് ആക്നെ ഉള്ളവർക്ക് യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്കിത് ഒരു പിമ്പിൾ ഇപ്പോൾ വരുന്നുണ്ട്, ആയിട്ടില്ല, വന്നു കഴിഞ്ഞിട്ടില്ല, വരണേ ഉള്ളൂ. പക്ഷെ നാളത്തേക്ക് ഇത് പോപ്പപ്പ് ചെയ്യും. അപ്പോൾ ആ രീതിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിട്ട് നോക്കിയത്. ഒരു നല്ലൊരു ഹൈഡ്രേഷൻ തരുന്നുണ്ട്, ഒരു ഗ്ലോ തരുന്നുണ്ട് എന്നതിലുപരി ഒരു റിസൾട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അത് നമുക്ക് നോക്കാം ഇനി നാളത്തെ പിമ്പിളിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ. എനിക്ക് തോന്നുന്നില്ല വലിയ മാറ്റം വരുന്നൊന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറയുക, ഇത് രണ്ടും കൂടിയിട്ട് ഒറ്റൊരു കിറ്റായിട്ട് മേടിക്കുമ്പോൾ നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇതിന് 149 രൂപയാണ്. പക്ഷേ നമ്മൾ രണ്ടെണ്ണം കൂടി മേടിക്കുമ്പോൾ 200 രൂപയ്ക്ക് കിട്ടും കേട്ടോ. നമുക്കിങ്ങനെ ഷീറ്റ് മാസ്ക് ഒക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടമാണ്. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നമ്മൾ ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് റിലാക്സ് ചെയ്ത് TV ഒക്കെ കാണാൻ അങ്ങനെയൊക്കെ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇത് മേടിക്കാവുന്നതാണ്. നല്ലൊരു ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. മൂന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മിനിമലിസ്റ്റിൻ്റെ ആട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം മിനിമലിസ്റ്റ് നല്ലൊരു ബ്രാൻഡാണ്. എസ്പെഷ്യലി എനിക്ക് അവരുടെ സൺസ്ക്രീൻ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ സിറംസും അത്യാവശ്യം വളരെ നല്ലതാണ് കേട്ടോ. ഒരു വിറ്റമിൻ C സിറം ആണെങ്കിലും വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നിയാസിനമൈഡ് സിറമിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിയാസിനമൈഡ് സിറം എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ ഈ ഡാർക്ക് സ്പോട്ട്സ്, അതേപോലെ ആക്നെ, പിന്നെ ഈവൻ ഒരു പരിധിവരെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, പിന്നെ റിങ്കിൾസ്, അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണെന്നാണ് പറയണത്. അപ്പോൾ കുറയ്ക്കാന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്താ വെച്ചാൽ വരാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്ക് നിയാസിനമൈഡ് വളരെ നല്ലതാണ്. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളവർക്ക് ഇത് നന്നായിട്ട് ബെനിഫിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ മിനിമലിസ്റ്റിൻ്റെ നിയാസിനമൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതൊരു 2 ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാനത് ഭയങ്കര നല്ലതാണ്. എനിക്ക് റെഗുലർ യൂസേജിൽ ഇത് കണ്ടോ, എനിക്ക് നല്ലൊരു റിസൾട്ട് കാണുന്നുണ്ട്. ഞാൻ പറയണത് ഈ ഒറ്റ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടല്ല കേട്ടോ എനിക്ക് ഒരു ബെറ്റർ റിസൾട്ട് വന്നിട്ടുള്ള സ്കിന്നിന്. ഞാൻ രാവിലെ ഒരു നല്ല സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ട്, നൈറ്റിലാണെങ്കിലും ഒരു നല്ലൊരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു ബലമാണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഈ നിയാസിനമൈഡ് സിറം ആണെങ്കിൽ ഒരു വലിയൊരു പാർട്ട് ഉണ്ട് ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാനായിട്ട്. ഇപ്പോൾ എനിക്ക് എല്ലാ തവണയും പീരിയഡ്സ് വരുമ്പോൾ ഓരോ പിമ്പിൾ വെച്ചിട്ട് വരും, എന്നിട്ട് ഒരു ഡാർക്ക് സ്പോട്ടായിട്ട് ഉണ്ടാവും. പക്ഷേ അതൊക്കെ ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട്. ഈവൻ ഇഫ് പിമ്പിൾ വന്നാലും അത് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പതിഞ്ഞ് പോകുന്നുണ്ട്. ഡാർക്ക് സ്പോട്ട് ആണെങ്കിലും പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുഖത്ത് അറ്റ് ടൈമിൽ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കാണില്ല. അപ്പോൾ ആ രീതിക്ക് വളരെ നല്ലതാണ്. നമുക്ക് ഡെഫിനറ്റ്ലി ഒരു നിയാസിനമൈഡ് സിറം ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ, അഫോർഡബിൾ റേറ്റിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ്. 599 റുപ്പീസാണ്. പക്ഷെ നമുക്ക് എപ്പോഴും ആമസോണിൽ ഒരു 500 റുപ്പീസിലൊക്കെ കിട്ടണതാണ് കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് രാത്രി യൂസ് ചെയ്യാണ് ഏറ്റവും നല്ലത്. രാവിലെ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നല്ലത് രാത്രി യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ മീതെ ഒരു നല്ലൊരു തിക്കായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നൈറ്റ് ക്രീം വെച്ചിട്ട് ടോപ്പപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ വിറ്റമിൻ C ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി രാവിലെ യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മീതെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് പിന്നെ ഒരു സൺസ്ക്രീൻ ഇടുക. നിയാസിനമൈഡ് യൂസ് ചെയ്യാൻ പറ്റും. രാവിലെ ആണെങ്കിൽ മീതെ സൺസ്ക്രീൻ ഇടാമെന്ന് പറയുമെങ്കിലും എനിക്കെന്തോ അത് ഇത്തിരി അത് സെറ്റാവില്ല. നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ സണ്ണിൻ്റെ ഇതൊക്കെ കൂടുതലായിട്ടുണ്ടാവുകയും അതിൻ്റെ ഒപ്പം തന്നെ പൊടിയും ഇതൊക്കെ വരുമ്പോൾ ഇറ്റ്സ് ബെറ്റർ രാവിലെ നമുക്കൊരു സിറം വേണമെങ്കിൽ അത് കൂടുതൽ നന്നാവുക വിറ്റമിൻ C സിറം, അതിൻ്റെ ഒപ്പം മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ. രാത്രിയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നിയാസിനമൈഡ് പിന്നെ ഒരു നൈറ്റ് ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റുട്ടീനാണത്. നമ്മൾ അത് റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും അതേപോലെ തന്നെ ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാനും ഒരു ബെറ്റർ ഗ്ലോയിങ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എഗെയിൻ സിറമാണ് കേട്ടോ. പക്ഷേ ഈ സിറത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മേക്കപ്പ് സിറമാണ്. ഇത് ഇബ കോസ്മെറ്റിക്സിൻ്റെ ആണ് കേട്ടോ. ഇബ കോസ്മെറ്റിക്സ് എഗെയിൻ നല്ലൊരു ബ്രാൻഡാണ്. അവരുടെ കാജലാണെങ്കിലും ശരി, അതേപോലെ തന്നെ ഫൗണ്ടേഷൻ ഷെയ്ഡ്സ് കുറവാണ്, പക്ഷെ ഫൗണ്ടേഷൻ ആസ് സച്ച് വളരെ നല്ലതാണ്. പിന്നെ ഇബ കോസ്മെറ്റിക്സിൻ്റെ തന്നെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റ് ഉണ്ട്. ആ ഡബ്ബയിൽ വരുന്നത് കുറേ തവണ നമ്മൾ കാണിച്ചിട്ടുള്ളതാണല്ലേ, അതും വളരെ നല്ലതാണ് കേട്ടോ. നല്ലൊരു ഫ്ലഷ് ഓഫ് കളർ ചീക്സിലാണെങ്കിൽ ലിപ്സിലാണെങ്കിൽ തരാൻ വളരെ നല്ലതാണ്. ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിലുണ്ടല്ലോ ചെറിയ ചെറിയ ഇങ്ങനെ ഗോൾഡൻ ഫ്ലേക്സ് ആയിട്ട് അങ്ങനെ കുട്ടി ഇങ്ങനെ പൊടികളുണ്ട്. അത് നല്ല രസമാണ്. അതിപ്പോൾ പ്രത്യേകിച്ച് ഗുണമൊന്നും തരുന്നില്ല. പക്ഷെ എന്നാലും ഈ ഒരു സിറത്തിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു തിക്കർ കൺസിസ്റ്റൻസിയാണ് കേട്ടോ. സാധാരണ സിറത്തിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു തിക്കർ കൺസിസ്റ്റൻസിയാണ്. എന്നുവെച്ചാൽ ഒരു ഫേഷ്യൽ ഓയിലിൻ്റെ അത്ര
തിക്കല്ല, എന്നാൽ സിറത്തിനെക്കാട്ടിലും കുറച്ചുകൂടി തിക്നെസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്യണേക്കാട്ടിലും മുന്നേ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോ തരും. നമുക്ക് ഈ ഒരു ഡ്യൂയി ലുക്കിനൊക്കെ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രൈമറാണ്. പിന്നെ ഒബ്വിയസ്ലി പ്രൈമർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മേക്കപ്പിനെ കുറേ കൂടി സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. ലോങ് ലാസ്റ്റിങ്ങിൻ്റെ കാര്യം എനിക്ക് ഇത്തിരി സംശയമാണ്. പക്ഷെ എന്നാലും നല്ല ഒരു ഗ്ലോയിങ് സ്കിൻ തരാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിൽ സിറത്തിൻ്റെ ബെനിഫിറ്റ്സും ഉണ്ടെന്നാണ് പറയണത്. അതേപോലെ തന്നെ നമ്മൾ പ്രൈമറായിട്ട് യൂസ് ചെയ്യുകയും കൂടി ചെയ്യുമ്പോൾ അത് നല്ലതല്ല. മേക്കപ്പ് ഇടുന്നതിനെക്കാട്ടിലും മുന്നേ ഇടാൻ പറ്റിയിട്ടുള്ള പ്രൈമറാണ് കേട്ടോ. എസ്പെഷ്യലി നമുക്ക് ഗ്ലോയിങ് ആയിട്ടുള്ളൊരു സ്കിൻ, അങ്ങനത്തെ ഒരു ലുക്കാണ് വേണ്ടത്. ഒരു നോ മേക്കപ്പ് ലുക്കൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര ഗ്ലോയിങ് ആയിട്ടുണ്ടാവില്ലേ. ഇത് നമ്മൾ ഒരുപാട് മേക്കപ്പ് ലുക്സിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. എസ്പെഷ്യലി നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈവൻ ഓയിലി സ്കിന്നുകാർക്കും പറ്റിയത് തന്നെയാണ് കേട്ടോ. അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിപ്പി ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഒന്നും അല്ല ഉള്ളത്. വളരെ നല്ലൊരു കൺസിസ്റ്റൻസിയാണ്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ലൈക്ക് സിറമാണ്. മേക്കപ്പിന് മുന്നേ ഒരു സ്കിൻ കെയർ എന്നുള്ള രീതിക്കല്ല, പക്ഷെ മേക്കപ്പിന് മുന്നേ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സിറമാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസറാണ് കേട്ടോ. മമാഎർത്തിൻ്റെ ജെൽ മോയ്സ്ചറൈസറാണ്. അലോവേറ ജെൽ മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ ഇത് സ്മിറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പില്ലേ, അത് വഴിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര പീക്കറി ആയിട്ടുള്ളത്. അതൊരു സാമ്പിൾ പാക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ടു മൈ സർപ്രൈസ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്ക് സാധാരണ രീതിയിൽ നല്ല തിക്കായിട്ടുള്ള മോയ്സ്ചറൈസറാണ് ഇഷ്ടം. കാരണം എനിക്ക് നോർമൽ ടു ഡ്രൈ അങ്ങനത്തെ സ്കിന്നാണല്ലോ. ഇത് വളരെ ലൈറ്റായിട്ടുള്ള മോയ്സ്ചറൈസറാണ്. ജെൽ മോയ്സ്ചറൈസറാണെന്ന് പറയുമെങ്കിലും ജെൽ കൺസിസ്റ്റൻസിയിലല്ല ഉള്ളത്. പകരം കുറച്ച് പൊടിക്ക് ക്രീമിയാണ്. എന്നാൽ സാധാരണ മോയ്സ്ചറൈസർ പോലെ അത്ര ക്രീമിയും അല്ല, കുറച്ചൊരു ജെൽ രീതിക്കാവും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഒരു ടെക്സ്ചർ നല്ല രസമാണ്. ഞാൻ പറയുമ്പോൾ ഒരുമാതിരി കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാകും, പക്ഷേ ടെക്സ്ചർ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഓയിലി സ്കിന്നുകാർക്ക് നന്നായിട്ട് ചേരുണ്ടാവും. അതേപോലെ കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് ഓൾറെഡി തന്നെ ഇഷ്ടം പോലെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഓയിലി സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്കും ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ്. അതേപോലെ തന്നെ ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്കും നമ്മുടെ സ്കിന്നൊന്ന് കാം ഡൗൺ ആവാനായിട്ട് ഇത് നല്ലതാണ്. നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. ഇതിൻ്റെ ഫ്രേഗ്രൻസ് പ്രത്യേകിച്ച് ഒരു ഫ്രേഗ്രൻസും ഇല്ല. അപ്പോൾ ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്ക്, അതേപോലെ തന്നെ ഓയിലി സ്കിന്നുള്ളവർക്ക്, കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു നല്ലൊരു മോയ്സ്ചറൈസറാണ്. അഫോർഡബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. ഒരു വലിയ ഡബ്ബയ്ക്ക് അത്യാവശ്യം ഇത്ര 3 വലിയ ഡബ്ബ ഉണ്ടാവുമല്ലോ, അതിനൊരു 450 രൂപ ആ ഒരു റേറ്റിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 5 പ്രോഡക്ട്സ് റിവ്യൂവിലെ ഇത്തവണത്തെ 5 പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.